الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. हिरण्यगर्भ समवर्त तागरे बुधस्य जात पदिरेग आसिद सदाधार पृथ्वीं द्याम देमाम कस्मै दावाय हबिशाम विधेमा. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. പുതുപ്പള്ളി വാരണപ്പള്ളിയിൽ ക്ഷേത്ര അഷ്ടദിന മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ ബഹുമാന്യനായ അധ്യക്ഷൻ വക്കീൽ സാർ പറഞ്ഞ പോലെ വളരെ പ്രവിശാലമായി സംസാരിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ വർഗീസ് സാറിനെ പോലെ റഹീം സാറിനെ പോലെ പല ആളുകൾക്ക് ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. എന്റെ ജനങ്ങളോട്, സ്നേഹ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ആദ്യമായി അതിപ്രധാനമായി എനിക്ക് പറയാനുള്ളത്, വക്കീൽ സാർ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ മക്കളാണ്. ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ മക്കളായി മനുഷ്യവർഗം ഈ ഭൂമി ലോകത്ത് വ്യാപിക്കുകയാണ് ഉണ്ടായതെന്ന് ഹൈന്ദവ ദർശനവും ക്രൈസ്തവ ദർശനവും ഇസ്ലാമും സമന്വിതമായി ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സ് നിറഞ്ഞ് ആനന്ദത്തോടു കൂടി നമ്മുടെ കൊച്ചുമക്കളുടെ ഒരുപാട് പ്രകടനങ്ങളൊക്കെ കണ്ട് മനസ്സ് മതിമറന്ന് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി നമ്മുടെ സാധാരണയായ ജീവിതം നയിക്കുന്നതിനുപരി നമ്മൾ അറിയേണ്ടുന്ന ഒരുപാട് അവദാനങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു രാജ്യത്തിലാണ് ഞാനും നിങ്ങളും അധിവസിച്ചു കൊണ്ടിരിക്കുന്നത്. നാം താമസിക്കുന്ന മഹത്തരമായ ഭാരതത്തിന്റെ ഒരുപാട് ചരിത്രങ്ങളുടെ അവദാന പരത കൊണ്ട് സമ്മളിതമായ ചരിത്രങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയാതെ പോയതുകൊണ്ട് ഒരുപാട് സങ്കടങ്ങളുടെ, പ്രയാസങ്ങളുടെ, ദുരിതങ്ങളുടെ അനുഭവങ്ങൾക്ക് ഈ ഭാരതം സാക്ഷിയാവേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞ ഗുരുദേവന്റെ ഒരു വല്ലാത്ത വചനം, ഗുരുദേവൻ ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞതാണ്, ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇന്നങ്ങനെയാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാരതം? ഇന്നങ്ങനെയാണോ നമ്മുടെ കേരളം? അല്ല എന്ന ഉത്തരമാണ് വർത്തമാനകാല ലോകത്തിലെ ഈ ജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ ഗുരുദേവൻ പറഞ്ഞ, സ്വപ്നം കണ്ട ആ അവസ്ഥയിൽ നിന്ന് അറിയാതെ നമ്മൾ പുറകോട്ട് പോയപ്പോ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് പൈതൃകങ്ങളുടെ മനോഹരമായ ചരിത്രം ഇവിടെ അവശേഷിക്കുകയാണ്. അറിയാൻ കഴിയണം നമുക്ക്. ശ്രീനാരായണ ഗുരു അദ്ദേഹം ആലുവയിൽ സംഘടിപ്പിച്ച മഹത്തരമായ സർവമത സമ്മേളനത്തിന്റെ സമ്മേളന കവാടത്തിന്റെ മകുടത്തിൽ ഗുരുദേവൻ എഴുതി വെച്ച ഒരു വാക്യമുണ്ടായിരുന്നു. എന്താണെന്നറിയുമോ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ. ഞാൻ ഈ സംഘടിപ്പിക്കുന്ന സമ്മേളനം അത് ഏതെങ്കിലും ആളുകൾക്ക് വന്ന് വാദിച്ച് ജയിച്ച് അവരുടെ വാചക കസർത്ത് കൊണ്ട് അപ്രമാദിത്വം നേടാനല്ല, മറിച്ച് അറിയാനും അറിയിക്കാനുമാണ് എന്ന ആ പ്രഖ്യാപനം കടമെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, വക്കീൽ സാറിന്റെ ആ സ്നേഹനിർഭരമായ ക്ഷണത്തിന്റെ പിന്നാലെ ഇവിടെ വന്നത്, ഇവിടെ കൂടിയത്, നിങ്ങളോട് സംസാരിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. നമ്മൾ അറിയേണ്ടുന്ന ഒരുപാട് അവധാനങ്ങളുണ്ട്, പഠിക്കാൻ കഴിയണം നമുക്ക്. ഭാരതത്തിന്റെ ഒരുപാട് സുഹൃത്തും നമ്മൾ വിസ്മരിച്ചു പോയതാണ്. അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കടന്നുപോയ 30 വയസ്സ് മാത്രമുള്ള തലമുണ്ടനം ചെയ്ത കാഷായ വസ്ത്രം ധരിച്ച് അമേരിക്കക്കാരന്റെ ഡംപിന്റെ അഹങ്കാരത്തിന്റെ മുമ്പിൽ പോയി പ്രഭാഷണം നടത്തിയ വിവേകാനന്ദ സ്വാമി, വിവേകത്തിന്റെ ആനന്ദം പോലെ വിവേകാനന്ദ സ്വാമിയുടെ വചനങ്ങൾ കേട്ട് അമേരിക്കയിലെ വെള്ളക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. വിവേകാനന്ദ സ്വാമി തന്റെ പ്രഭാഷണം തുടങ്ങിയത്, അമേരിക്കയിലെ എന്റെ സഹോദരന്മാരെ, ആ പദപ്രയോഗം അവർക്ക് അന്യമായിരുന്നു. അവരന് മറ്റുള്ളവരെ സഹോദരനായി കാണാൻ കഴിയാതിരുന്ന
ജുഗുപ്സാവഹമായ സങ്കുചിത മനസ്സിന്റെ ഉടമകൾക്ക് മുമ്പിൽ ഭാരതത്തിന്റെ അവദാനം പറഞ്ഞപ്പോ വിവേകാനന്ദ സ്വാമി ചേർത്ത് പറഞ്ഞു, ഞാൻ വരുന്ന ഭാരതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഒരുപാട് മതങ്ങളുടെ, ഒരുപാട് ദർശനങ്ങളുടെ സമന്വിതമായ സമ്മളിതമായ ഭൂമിയിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. ആ ഒരു പ്രഖ്യാപനം സഹോദരന്മാരെ ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. മഹാന്മാരായ കവികളെ കൊണ്ട് പാടിപ്പിച്ചു നമ്മൾ. ഇക്കണ്ടതാനിന്റെയെങ്കിലും ദീനവർ തല്ലിയോടിച്ചു വെറുതെ ആ സായിപ്പിന്. ഇന്ന് നമ്മൾ കവികളെ കൊണ്ട് പാടിപ്പിച്ചു. ഇന്ത്യ നിന്റെ വയറ്റിൽ പറന്നതിന്റെ നാണം മറയ്ക്കാൻ ഒരു സ്വാതന്ത്ര്യ പതാക പോലുമില്ലാതെ ഞാൻ ചൂടിയൊറഞ്ഞു പോകുന്നു എന്ന് കവികളെ കൊണ്ട് പാടിപ്പിച്ചു നമ്മളാ ചെയ്തത്. നമ്മളുടെ കൈകൊണ്ട് അബദ്ധമായി നമ്മൾ പ്രവർത്തിച്ചതാണ് പ്രിയപ്പെട്ടവരെ. ഒരു മാറ്റം അനിവാര്യമല്ലേ നമുക്ക്? ഒരു പരിചിന്തനം അനിവാര്യമല്ലേ നമുക്ക്? നമ്മൾ പാടാറുണ്ടായിരുന്നു, ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണമെന്നരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അങ്ങനെയാണോ ഇന്ന്? അല്ല. ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ, ദേശത്തിന്റെ പേര് പറഞ്ഞ് ഭാരതത്തിന്റെ മണ്ണിന്റെ മക്കള് പരസ്പരം കലഹിച്ചപ്പോ, പരസ്പരം തമ്മിൽ തല്ലിയപ്പോ, ഒരുപാട് ചരിത്രങ്ങളുടെ മനോഹരമായ പാതകളെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോ നമുക്ക് നഷ്ടപ്പെട്ട പൈതൃകമുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ഇതുപോലെയുള്ള സംരംഭങ്ങൾ അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഇതുപോലെയുള്ള സംരംഭങ്ങൾ നിർബന്ധമാണ്. ഈ സമൂഹത്തിന് അനിവാര്യമായ ഘടകങ്ങളാണിത്. നമ്മൾക്ക് അറിയാൻ കഴിയണം, ഹൈന്ദവതയുടെ, ക്രൈസ്തവതയുടെ, ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ പരസ്പരം തല്ലുമ്പോ, തമ്മിൽ തല്ലി കുടൽമാലകൾ കുത്തിക്കീറി പൂമാലയായി കഴുത്തിലടിയുമ്പോ, സഹോദരന്മാരെ ഇതൊക്കെ മതം പറഞ്ഞതാണോ? ഇതൊക്കെ ദർശനങ്ങൾ പറഞ്ഞതാണോ? പരിശോധിക്കേണ്ട കാര്യമാണ്. ഹൈന്ദവ സനാതന ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് തീവ്രവാദിയാകാൻ കഴിയുമോ? ഭീകരവാദിയാകാൻ കഴിയുമോ? വർഗീയവാദിയാവാൻ കഴിയുമോ? കഴിയില്ല പ്രിയപ്പെട്ടവരെ. തമസാ നദിയുടെ തീരത്ത് തന്റെ ശിഷ്യനായ ഭാരദ്വജനെ കൂട്ടി വന്ന വാൽമീകി മഹർഷി കാണുന്നത് ഒരു വൃക്ഷത്തിൽ പരസ്പരം കൊക്കുരുമ്മി സ്നേഹം പങ്കുവെക്കുന്ന കൗചമിഥുനങ്ങൾക്ക് നേരെ ശരം കൊടുക്കാൻ ഉന്നം പിടിക്കുന്ന നിഷാദനായ കാട്ടാളനെ കണ്ട് ശോകം വന്ന് ആ ശോകമായി മാനിഷാദ അരുത് കാട്ടാള മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമീശ സ്വദീശമ ദേഹമവധി കാമമോഹിതം എന്ന് പറയുന്ന ഒരു പക്ഷിക്കുഞ്ഞിന്റെ നിർമ്മലമായ ശോണിതം കൊണ്ടുപോലും ഈ ഭൂമികാത്രത്തെ അശുദ്ധമാക്കരുത് കാട്ടാള എന്ന് പ്രഖ്യാപിച്ച വാൽമീകിയുടെ ആദർശത്തിന്റെ ഇതിവൃത്തമാണോ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് എന്ന് അറിയാൻ കഴിയണം നമുക്ക്. ശിബി ചക്രവർത്തിയെ നാം പഠിച്ചതാണ്. ഒരു പരുന്തിന്റെ പിടിയിൽ നിന്ന് പക്ഷിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്റെ ശരീരത്തിലെ മാംസം അരിഞ്ഞെടുത്ത് പരുന്തിന് നിവേദിച്ച ശിബി ചക്രവർത്തിയുടെ വംശ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ഹൈന്ദവ സനാതന ധർമ്മത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആ ആദർശം മുറുകെ പിടിക്കാൻ ഇന്ന് കഴിയുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. മാറാൻ കഴിയണം നമുക്ക്, പരിവർത്തനം ഉണ്ടാവാൻ കഴിയണം നമുക്ക്. അതിനെന്താ വേണ്ടത്? എന്താണ് അതിന് വേണ്ടത്? ഇന്ത്യയുടെ ഭരണശിലാ കേന്ദ്രമായ പാർലമെന്റിന്റെ മകുടത്തിൽ മനോഹരമായി എഴുതി വെച്ച വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, ഒരു വചനമുണ്ട്, ഒരു സൂക്തമുണ്ട്. ആ സൂക്തത്തിലൂടെ സട്ടാവായ പടച്ചതമ്പുരാൻ ഹിരണ്യഗർഭൻ പ്രജാപതി വിശ്വകർമാവ് എന്ന് വിവിധങ്ങളായ മതങ്ങൾ പറയുന്ന ഏകനായ ദൈവം, ഏകനായ സട്ടാവ് അല്ലാഹു എന്ന് പറയുമ്പോ എന്റെ ജനങ്ങൾ, എന്റെ സ്നേഹ സഹോദരങ്ങൾ, അഭിമന്യനായ വക്കീൽ സാറിനോട് സ്നേഹത്തോടെ പറയട്ടെ, അല്ലാഹു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടെ ഒരു ദൈവത്തിന്റെ പേരല്ല, മറിച്ച് അത് ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സിഖിനെയും ബുദ്ധനെയും ജൈനനെയും മതമുള്ളവനെയും മതമില്ലാത്തവരെയും സകല മനുഷ്യരെയും ഈ അണ്ടകടാഹത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ഏകനായ ജഗൽ പിതാവിന്, ഏകനായ പരമേശ്വരനായ ദൈവത്തിന് അറബിയിൽ പറയുന്ന പേര് മാത്രമാണ് അല്ലാഹു എന്ന് ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ ദൈവം മാനവികതയോട്, മാനവ ചരിത്രങ്ങളോട്, മാനവ സമുദായത്തോട്, ജനപദങ്ങളോട്, സഞ്ചയങ്ങളോട് ദൈവം നടത്തുന്ന ഒരു പ്രഖ്യാപനം
11-ാമത്തെ സൂറത്ത് റഅദിന്റെ 13-ാമത്തെ സൂക്തമാണ് ദൈവത്തിന്റെ പ്രഖ്യാപനം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹം അവർ സ്വയം പരിവർത്തനത്തിന് തയ്യാറാവാത്ത കാലത്തോളം ദൈവം അവരെ മാറ്റിപ്പണിയില്ല. ഒരു സമൂഹം അവർ സ്വയം പരിവർത്തനത്തിന് തയ്യാറാവാത്ത കാലത്തോളം ദൈവം അവരെ മാറ്റിപ്പണിയുകയില്ല. പതിവിൻ പടികളിൽ നിന്ന് മാറി നാം പോകുന്ന ജാതീയതയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ പേരിൽ തമ്മിൽ തല്ലി കലഹിക്കുന്ന ആ പതിവിൻ പടിയിൽ നിന്ന് മാറി മനോഹരമായ ദൈവത്തിന്റെ ശാന്തിയുടെ, സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ, ഐക്യത്തിന്റെ, പരസ്പര സഹാനുഭൂതിയുടെ മാർഗം തെരഞ്ഞെടുക്കുന്നവരെ ദൈവം നിങ്ങളെ മാറ്റിപ്പണിയില്ല. അതുവരെ ദൈവം നിങ്ങളെ മാറ്റിപ്പണിയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ വചനമെഴുതി വെച്ച അതേ പാർലമെന്റിന്റെ മകുടത്തിന് മനോഹരമായ ദേവനാഗരി ലിപിയിൽ എഴുതി വെച്ച ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. അറിയുമോ നിങ്ങൾക്ക്? അയം നിജ പരോവേദി ഗണാനാമുൽക്കു ചേതസാം ഉദാരചരിതാനാം തോ വസുധൈവ കുടുംബകം. ഭാരതത്തിന്റെ മുഖമുദ്രയാണത്, ഭാരതത്തിന്റെ പ്രഖ്യാപനമാണത്, ഭാരതത്തിന്റെ തിലകക്കുറിയാണത്. അയം നിജ പരോവേദി ഗണാനാമുൽക്കു ചേതസാം ഉദാരചരിതാനാം തോ വസുധൈവ കുടുംബകം. ഞാൻ മാത്രം, എന്റേത് മാത്രം എന്നത് സങ്കുചിതമായ ചിന്തയാണ്. വിശാലമായി ചിന്തിക്കുന്നവർക്ക് വസുധൈവ കുടുംബകം, ലോകമാണ് തറവാട്. അതാണ് ഭാരതത്തിന്റെ പ്രഖ്യാപനം. ബഹുമാന്യനായ ശ്രീ വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന്റെ വാക്കുകൾ, കവിതകൾ, കല്ലജങ്ങൾ, മൊഴിമുത്തുകൾ, വചനാമൃതങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് സമന്വയിപ്പിച്ച് സമ്മേളിപ്പിച്ച് 8 വോള്യങ്ങളിലായി പ്രസിദ്ധം ചെയ്ത കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ എന്ന വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിന് ഹിന്ദു മതത്തെ പറഞ്ഞിടത്തെല്ലാം, ഹൈന്ദവതയെ പരാമർശിക്കുന്നിടത്തെല്ലാം വിവേകാനന്ദ സ്വാമി എടുത്തു കൊടുക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ഏതാണെന്നറിയുമോ? സർവവേദ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരം പുണ്യായ പാപായ പരപീഡനം. സർവ വേദങ്ങളിലൂടെയും വ്യാസൻ ഈ ഭാരതത്തിന്റെ മണ്ണിന്റെ മക്കളെ പഠിപ്പിച്ച അപദാനമാണ് പരോപകാരം പുണ്യായ. അവരന് ഉപകാരം ചെയ്യൽ നിനക്ക് പുണ്യമാണ്. പാപായ പരപീഡനം, അവരെ ഉപദ്രവിക്കൽ, പീഡനം നടത്തൽ, പീഡനമേൽപ്പിക്കൽ അത് പാപമാണ്. അതാണ് ഭാരതത്തിന്റെ മുഖമുദ്ര എന്ന് വിവേകാനന്ദ സ്വാമി എടുത്തു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾക്ക് പരസ്പരം അറിയാൻ കഴിയാതെ പോയതിന്റെ വേദന അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അറിയാതെ മതഭേദ ഗ്രന്ഥങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സ്നേഹത്തിന്റെ മനോഹരമായ വചനാമൃതങ്ങൾ അറിയാനോ പഠിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാതെ, അതിന് സമയം കണ്ടെത്താതെ ആ മതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വ്യാമോഹിക്കുന്ന പല ആളുകളുടെയും വാക്കുകൾക്ക് പിന്നിൽ അതിന്റെ പിന്നാലെ പോയി മതത്തിന്റെ വിചാരത്തെ വികാരമാക്കി മുഷ്ടിയിലേക്ക് ആവാഹിച്ച് തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാൻ പാടില്ല, നമ്മൾ അധപതിക്കാൻ പാടില്ല. അതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തിയാലും അതിനെതിരെ നിലകൊള്ളാൻ കഴിയണം നമുക്ക്. മതമറിയാത്തത് കൊണ്ടാണ്, ഭാരതത്തിന്റെ മനോഹരമായ അവദാനം അറിയാത്തത് കൊണ്ടാണ് പല ആളുകളും വിളിച്ചു പറഞ്ഞത് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ, ഉർദു മുസ്ലിം പാകിസ്ഥാൻ, जो हिंदुस्तान में रहना होगा वंदे मातरम कहना होगा, राम नाम लेना होगा, मगर बाबर का बच्चों के कुल से हम होली मनाएंगे. എന്താ പറഞ്ഞത്? ഹിന്ദിയും ഹിന്ദുവും ഹിന്ദുസ്ഥാനിലാണ്, ഉറുദു മുസ്ലിം പാകിസ്ഥാനിലേക്ക് പൊക്കോളണം. ഇവിടെ നിൽക്കുന്നാണെങ്കിൽ വന്ദേ മാതരം ജപിക്കണം, രാമനാമം ജപിക്കണം, അല്ലെങ്കിൽ